കായലോരത്ത് കണ്ടൽ ചെടികൾ നട്ടുപരിപാലിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കിയ മത്സ്യത്തൊഴിലാളിയാണ് തൃക്കരിപ്പൂർ ഇടയിലെക്കാട്ടിലെ ഒ രാജൻ. 8000-ഓളം കണ്ടൽ ചെടികളാണ് കവ്വായി കായലോരത്ത് രാജൻ ഇതുവരെ നട്ടുവളർത്തിയത്. കവ്വായി കായലിനോട് ചേർന്നുള്ള ഇടയിലക്കാട് തുരുത്തിന് കാവലായി കണ്ടലുകൾ വെച്ച് പിടിപ്പിച്ച് വേറിട്ട മാതൃകയാവുകയാണ് രാജൻ എന്ന ഈ മത്സ്യത്തൊഴിലാളി. അനുദിനം കടലെടുക്കുന്ന തുരുത്താണ് ഇടയിലക്കാട്. ഭ്രാന്തൻ കണ്ടൽ ഇനത്തിലുള്ള 2 തരം ചെടികളാണ് വിത്ത് മുളപ്പിച്ച് ഇതുവരെ രാജൻ നട്ടിരുന്നത്. കവ്വായി കായലിന്റെ ഓരങ്ങളിൽ ഇദ്ദേഹം നട്ട കണ്ടലുകൾ കവചമായി വളരുകയാണ്. 8000-ൽ പരം കണ്ടലുകൾ 7 വർഷത്തിനിടെ രാജൻ നട്ടുപരിപാലിച്ചിട്ടുണ്ട്. ഇടയിലക്കാട് കിഴക്ക് തെക്ക് ഭാഗങ്ങളിലാണ് കൂടുതലും കണ്ടലുകൾ നട്ടുവളർത്തിയത്. മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള കായൽ ജീവികൾക്ക് പ്രജനനത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും കണ്ടൽക്കാടുകൾ അത്യന്താപേക്ഷിതമാണ്. കവ്വായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ ശേഖരിച്ചതെന്ന് രാജൻ പറയുന്നു. ഞാൻ 6-7 വർഷമായിട്ട് ഒരു കണ്ടൽ നടന്നൊരു വ്യക്തിയാണ്. ഇടയിലക്കാട് കിഴക്ക് ഭാഗത്തു കൂടി തെക്കേ മനപ്പ് മുതൽ ബണ്ട് വരെ ഏകദേശം ഒരു 8000-ന് മേലെ കണ്ടലുകൾ നട്ടു. പക്ഷെ അത് പലതും നശിച്ചു പോയിട്ടുണ്ട്. നശിച്ചു പോയതും നശിപ്പിക്കുന്നതുമാണ്. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. അതിന് ആരും തന്നെ സഹായം നൽകുന്നില്ല. കണ്ടൽ ഏത് സമയത്ത് കിട്ടുന്നു ആ സമയത്തൊക്കെ നട്ട് പരിപാലിച്ചു വരുന്നുണ്ട്. കായലിന്റെയും തുരുത്തിന്റെയും സംരക്ഷണത്തിന് കണ്ടലുകൾ നടുന്ന ഒ രാജനെ കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ JCCന്റെ നേതൃത്വത്തിൽ കായലോരത്ത് വെച്ച് ആദരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.